റിമാൻഡ് എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തു? നിങ്ങൾ ജാമ്യം ചോദിച്ചില്ല? മറ്റു നടപടി എന്തൊക്കെയാണ്? സബ്ജയിലേക്ക് എന്താണ് ജാമ്യം കിട്ടിയ? എന്താണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്? എന്താ റിമാൻഡ് ചെയ്തതാണോ? അർജുൻ ആയങ്കിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തലശ്ശേരി കോടതിയിലേക്കാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. നിഖിൽ അളവൂർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, എന്താണ് അർജുൻ്റെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? റിമാൻഡ് ചെയ്തുകൊണ്ട് മജിസ്ട്രേറ്റ് എന്താണ് പറഞ്ഞത്? ഏതായാലും റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊപ്പം റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്യുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തലശ്ശേരി സബ് ജയിലിലേക്കാണ് അർജുൻ ആയങ്കിയെ കൊണ്ടുപോകുന്നത്. പ്രധാനപ്പെട്ട കാര്യം അർജുൻ ആയങ്കി ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടില്ല, ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല കോടതിക്ക് മുന്നിൽ എന്നുള്ളതാണ്. ഇന്ന് ഏതെങ്കിലും കാരണവശാൽ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ ഈ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടി എറണാകുളം ഊന്നുകൽ പോലീസ് നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ ഈ റിമാൻഡ് ചെയ്തതോടുകൂടി ഇനി മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങി ഊന്നുകൽ പോലീസിന് കൊണ്ടുപോകാൻ സാധിക്കുക. അതിന് പ്രൊട്ടക്ഷൻ വാറന്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് ഇനി കടക്കേണ്ടി വരും. ഇന്നെന്തായാലും അത്തരം നടപടികളിലേക്ക് പോകാൻ സാധിക്കില്ല. അവധി ദിവസമാണ്. നാളെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട നടപടികൾ കണ്ണൂർ കോടതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരിക. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം 14 ദിവസത്തേക്ക് അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്യുന്നു. അത് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത സൈബർ കേസുമായി ബന്ധപ്പെട്ടാണ്. ആഭ്യന്തരമന്ത്രിയെ ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചു, അല്ലെങ്കിൽ അതാണ് 14 ദിവസത്തേക്കാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത സൈബർ കേസിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്.